ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു തമിഴ് മൂവി എക്സ്പ്ലെയിൻ കേൾക്കാം. കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കം സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. ഇവനൊരു ക്രിക്കറ്റ് താരമാണ്. അവൻ്റെ മകൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ വട്ടം മത്സരിച്ചിട്ട് ചൊവ്വിനെ എന്താ മത്സരിക്കാത്തതെന്ന്. നീ ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പ്രായമായിട്ടില്ല, നീ ഇവിടുന്ന് പോകാനായി പറയുന്നു. വാർത്തക്കകത്ത് കാണിക്കുകയാണ്, ക്രിക്കറ്റിൽ സിദ്ധാർത്ഥ് ഔട്ടായത് കൊണ്ട് തന്നെ വാർത്തക്കാർ മോശമായി വാർത്ത കൊടുക്കുകയാണ്. ഇത് കണ്ടതിന് സിദ്ധാർത്ഥിന് വളരെയേറെ ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് പോലും ദേഷ്യപ്പെട്ടാണ് അവൻ ഇരിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് നയൻതാരയും ഭർത്താവിനെയാണ്. ഇവർക്കാണെങ്കിൽ കുറേ നാളായി കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. നയൻതാര വാർത്ത കാണുമ്പോഴത്തേക്കിന് അർജുനെ പറ്റിയുള്ള വാർത്തയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ ഭർത്താവിനോട് പറയാണ്, ഇവൻ എൻ്റെ കൂടെ പഠിച്ചവനാണെന്ന്. ഭർത്താവിൻ്റെ പേര് ശരവണൻ എന്നാണ്. ശരവണൻ പറയാണ്, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന്. അപ്പോൾ നയൻതാര പറയുന്നു, അല്ല, എൻ്റെ വെറും ഒരു ഫ്രണ്ട് ആയിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ടീമിൽ അവനായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ശരവണൻ്റെ കൂട്ടുകാരൻ വരികയാണ്. അവനോട് പറയാണ്, നയൻതാര കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവൾ ഒരു ടീച്ചറാണ്. ഒരു ആൻറ്റി പറയുകയാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഞാൻ പോകാം ആൻറ്റി എന്ന് അവൾ പറഞ്ഞിട്ട് അവൾ പോകുകയാണ്. അവൾക്കിതൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ശരവണൻ ഒരു പ്രോജക്റ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇത് ഭാര്യയ്ക്ക് അറിയത്തില്ല. ശരവണൻ ആ പ്രോജക്റ്റ് ചെയ്യാനായി 10 ലക്ഷം രൂപ കടം വാങ്ങി. അതുകൊണ്ട് അതിൻ്റെ ഉടമ, നീ എന്നാ പൈസ തരും, നിന്റെ പ്രോജക്റ്റുകൾ വല്ലതും ശരിയായോ? ഇയാളുടെ പേര് ധർമ്മേഷ് എന്നാണ്. ഇയാൾ ദേഷ്യത്തോടെ അവനോട് പറയുകയാണ്. അതിനുശേഷം തിരിച്ചു പോകുന്നു. ഇവരാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പാകിസ്ഥാൻ ജയിക്കണമെന്നാണ് ഇവർക്ക് ആഗ്രഹം. പാകിസ്ഥാൻ ജയിച്ചാൽ നമുക്ക് നിറയെ പൈസ കിട്ടും. അതിനുവേണ്ടി ഒരു പ്ലാൻ ചെയ്യണമെന്ന് ഇവർ പറയുന്നു. ഒരു പോലീസുകാരനെ കാണിക്കുന്നു. അവിടെ മാച്ച് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇവർ പൈസ വെച്ചാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അത് തടയാനാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ടെസ്റ്റ് എന്ന മൂവിയുടെ പേര് കാണിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മകൻ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സിദ്ധാർത്ഥിന് വേറൊരു പേരുണ്ട്, അത് അർജുൻ എന്നാണ്. എന്നാൽ ആ ചെറുക്കൻ ആ മാച്ചിൽ ഔട്ടാക്കുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാം കളിയാക്കുകയാണ്, നിന്റെ അച്ഛനെ പോലെ നീയും ഔട്ടായോ എന്ന് ചോദിച്ചുകൊണ്ട്. ആ പയ്യന് സങ്കടമായി അവിടുന്ന് പോകുകയാണ്. നയൻതാര ആ ചെറുക്കനോട് പറയാണ്, നീ അടുത്ത മാച്ച് ജയിക്കും, നീ സങ്കടപ്പെടേണ്ട. ഹീറോ ഒരു പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു. അതിനുവേണ്ടി അപ്രൂവ് കിട്ടാനായിട്ട് ആൾക്കാരോട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരും സഹകരിച്ചെങ്കിലും ഒരാൾ മാത്രം അതിനൊരു സഹകരണമില്ലായിരുന്നു. അവിടെയുള്ള വേറൊരാൾ പറയുകയാണ് ഹീറോയോട്, നീ എന്തായാലും അതിന് പറ്റിയ കാര്യങ്ങളെല്ലാം ചെയ്യൂ, എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. ഹീറോയിനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഇഷ്ടമാണ്. അവൾ ആശുപത്രിയിലേക്ക് വന്നേക്കുവാണ്. ഒരു ഗർഭിണിയെ കാണുമ്പോൾ അവളുടെ വയറ്റിൽ തൊട്ടൊക്കെ നോക്കുന്നു. അതിനുശേഷം അവൾ അകത്തേക്ക് കയറി പോകുകയാണ്. ഡോക്ടറിനോട് പറയുവാണ്, ഒരു കുട്ടിയെ ഇവൾക്ക് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് തന്നെ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയും. അവളോട് പറയുകയാണ്, നിനക്ക് 36 വയസ്സായില്ലേ, നിനക്കൊരു വട്ടം കൂടെ ട്രീറ്റ്മെന്റ് തന്ന് നിനക്ക് കുഞ്ഞുണ്ടാകുകയുള്ളൂ, അത് കഴിഞ്ഞ് ഇനി ഉണ്ടാകില്ലെന്ന് പറയുന്നു. അർജുനോട് കമ്മിറ്റി മെമ്പേഴ്സ് പറയാണ്, ഇനി നീ മത്സരിക്കേണ്ടെന്ന്. അപ്പോൾ അവന് ദേഷ്യമാക്കുകയാണ്. അവൻ അപ്പോൾ ക്യാറ്റിനോട് ചോദിക്കുമ്പോൾ ക്യാറ്റിനും പറയും, നീ മര്യാദയ്ക്ക് കളിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിനെല്ലാം കാരണമെന്ന്. അർജുന് ദേഷ്യമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഹീറോയിനി വീട്ടിൽ വരുമ്പോഴാണ് ഹീറോ അങ്ങോട്ടേക്ക് വരികയാണ്. നീ ആശുപത്രി വരണമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്യാവശ്യമായി ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടെന്ന് ഭർത്താവ് പറയുകയാണ്. അവൾ പറയാണ്, ഒരു ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറയുന്നു. അപ്പോൾ ഭർത്താവിന് ഒരുപാട് സന്തോഷമാക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ 5 ലക്ഷം വേണം, അത് നിൻ്റെ ഉണ്ടോ? അപ്പോൾ ഹീറോ പറയാണ്, എൻ്റെ അതൊന്നുമില്ല, എന്നാലും എങ്ങനെയും കണ്ടുപിടിക്കാം. അർജുനും കുടുംബവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ പറയുകയാണ്, ഈ മാച്ച് ഞാൻ തോറ്റുപോയി, എല്ലാവരും എന്നെ കളിയാക്കിയത്, നീ മര്യാദയ്ക്ക് കളിക്കാത്തത് കൊണ്ടാണെന്ന് അർജുൻ പറയുമ്പോൾ, എൻ്റെ കളി വന്ന അച്ഛൻ വന്ന് കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അതിന് ഞാൻ നല്ല രീതിയിലാണ് കളിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ അർജുൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്, നിനക്കറിയത്തില്ല, നീ പോകുമെന്ന് പറയുന്നു. ആ സമയത്ത് അർജുനൊരു കോള് വരുന്നു. ക്യാപ്റ്റൻ പറയുവാണ്, അടുത്ത ദിവസം പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ നീയും ഉണ്ടെന്ന്. അർജുൻ രാത്രി മകനോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് മാപ്പൊക്കെ പറയുന്നു. മീഡിയക്കാർ അർജുനോട് ചോദിക്കുകയാണ്, ടീമിൽ നിന്ന് മാറി മത്സരിക്കാൻ പോകുകയാണോ? ആ പയ്യനോട് പോലും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് ഹീറോയിനിക്ക് കേൾക്കുമ്പോൾ സങ്കടമാകുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പയ്യനോട് ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഹീറോയിനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് സങ്കടമാണ്, അതുകൊണ്ട് തന്നെ കൂട്ടുകാരിയോട് സങ്കടപ്പെട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നു, അവൻ്റെ കൂട്ടുകാർ അച്ഛൻ മാറ്റി തോറ്റതുകൊണ്ട് തന്നെ നീയും തോറ്റുപോയല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയാണ്. എൻ്റെ അച്ഛനെ കളിയാക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കൂട്ടുകാരനുമായി അടിയുണ്ടാക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മാഷ് വരികയാണ്. മാഷ് അവനെ അടിക്കാനായി വരുമ്പോൾ ഹീറോയിനി അവിടേക്ക് വന്ന് തടയുകയാണ്. ഈ പയ്യനെ വെറുതെ അടിക്കാൻ നോക്കുന്നു, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്, അവനെ എന്തെങ്കിലും ചെയ്താൽ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവനെ കൂട്ടി പോകുകയാണ്. ഹീറോയും കൂട്ടുകാരനും കൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് പൈസയുടെ കാര്യം ചോദിച്ചുകൊണ്ട് വില്ലന്മാർ അവിടേക്ക് വരുന്നത്. എനിക്ക് തരാൻ പൈസ ഇപ്പോഴില്ല, ഇവിടുന്ന് പോകാൻ പറയുന്നു. അവിടെ ഏരിയയിലുള്ള ആൾക്കാർ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോവുകയാണ്. ഹീറോയിനി പ്രിൻസിപ്പളിനോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് പിള്ളേരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. പ്രിൻസിപ്പൾ പറയുവാണ്, നിനക്ക് കുട്ടികളെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് നീ ചെയ്യുന്നു, അവരെ വീട്ടിൽ കൊണ്ടുവിടുകയും ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കെതിരെ പ്രശ്നമായി തീരും. ആദ്യം വെളിയിൽ നിൽക്കുകയാണ്. അവളെ കൊണ്ടുപോകാനായി അച്ഛൻ
അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. ഹീറോയിനെ കാണുമ്പോൾ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരി പറയുകയാണ്, ഇപ്പോഴല്ലേ പ്രിൻസിപ്പൽ പറഞ്ഞത് നീ ആരും വീട്ടിൽ കൊണ്ടുവിടല്ലേ എന്ന്. അത് കേൾക്കാതെ അവൾ അവനെ കൊണ്ടുപോവുകയാണ്. ആദിയുടെ വല്യച്ഛന് അസുഖമായി ആശുപത്രി കൊണ്ടുപോയത് കൊണ്ടാണ് അവനെ കൊണ്ടുപോകാനായി വരാഞ്ഞത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹീറോയിനോട് അർജുൻ്റെ അച്ഛൻ പറയുകയാണ്, നിന്റെ അച്ഛനാണ് എൻ്റെ മകനെ ക്രിക്കറ്റ് പഠിപ്പിച്ച് ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നത്. അവരോട് സംസാരിച്ച് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് അമ്പലത്തിൽ പോ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആൻറ്റിയെ കാണുവാതെ അവൾ പയ്യെ വീട്ടിലേക്ക് കയറി വരുന്നു. അവിടെ വരുമ്പോൾ ഭർത്താവിന് സങ്കടമായിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഹീറോയിനോട് പറയുന്നു, അവിടെ ഇരിക്കാനായി പറയുന്നു. നീ കോപപ്പെടരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ചോദിച്ചത് 5 ലക്ഷം രൂപ തരാൻ എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ നമുക്ക് വിൽക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടിട്ട് അവൾ പറയുന്നു, ഇപ്പോൾ തന്നെ കുറേയൊക്കെ നമ്മൾ വിറ്റില്ലേ, ഇനി അതിനൊന്നും പറ്റില്ല. അവൾ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു. ഇന്ന് ആദിയുടെ ബർത്ത്ഡേ ആണ്. അച്ഛൻ ഇന്ന് എന്ത് ഗിഫ്റ്റാണ് തരുന്നത്? എന്നാൽ അർജുൻ അതെല്ലാം മറന്നുപോയിരുന്നു. എന്നാൽ ഭാര്യയാണെങ്കിൽ ഒരു ബാറ്റ് മകന് കൊടുക്കുന്നു. ഇത് അച്ഛൻ തന്നതാണെന്ന് പറയുന്നു. അർജുൻ്റെ ഭാര്യ ഹീറോയിനോട് പറയാണ്, ആദിയുടെ ബർത്ത്ഡേ ആണ്, വരണം. അർജുൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷന് പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഭർത്താവിനോട് പറയുന്നു. ഭർത്താവ് വരാമെന്നും പറയുന്നു. ധർമ്മേഷ് പറയുകയാണ്, അർജുനെ എങ്ങനെയും വില കൊടുത്താലും മേടിക്കണം, അങ്ങനെ പാകിസ്ഥാനെ ജയിപ്പിക്കണം. അവൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവൻ്റെ നമ്പർ നമ്മുടെ കയ്യിലില്ല, അതെങ്ങനെയും കണ്ടെത്തണമെന്ന് പറയുന്നു. അതിനുശേഷം പോയിട്ടേഷനാണ് കാണിക്കുന്നത്. ധർമ്മേഷും അവരുടെ ആൾക്കാരും കൂടെ ടീം ജയിപ്പിക്കാനായി പൈസ കൊടുത്ത് എന്തും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിക്കണമെന്ന് പറയുന്നു. ഹീറോയിനെ ബർത്ത്ഡേക്ക് പോവുകയും അവരുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തിരിച്ചു വരുന്നു. എന്നാൽ പിറ്റേ ദിവസമാണ് അവിടുത്തെ മാച്ച്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചാണ്. എന്നാൽ ആ ഹീറോയിനിയുടെ സ്വത്തുക്കൾ ഹീറോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലോ ആ സ്വത്തുക്കളിൽ ഹീറോയ്ക്ക് കുഞ്ഞുണ്ടായാൽ മാത്രമേ ആ സ്വത്ത് ഇവരുടെ പേരിൽ എഴുതി കൊടുക്കാനായിട്ടുള്ള നിയമമുള്ളൂ. ഹീറോ പ്രോജക്റ്റ് എന്തായെന്ന് അറിയാനായി പോവുകയാണ്. അതിന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 50 ലക്ഷം രൂപ പോരാ, 5 കോടി രൂപ തന്നാൽ ഈ പ്രോജക്റ്റ് ശരിയാകത്തുള്ളെന്ന്. ഹീറോ പറയുകയാണ്, ഞാൻ 50 ലക്ഷം ഉണ്ടാക്കാൻ തന്നെ പാടുപെടുവാണ്, അപ്പോൾ ഞാൻ എങ്ങനെ 5 കോടി രൂപ ഉണ്ടാക്കും, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുകയാണ്. അർജുൻ്റെ ഫൈനൽ മാച്ചാണ് നാളെ, അത് ഇനി എങ്ങനെ ചെയ്യും, എൻ്റെ തീരുമാനങ്ങൾ നാളെ അറിയിക്കും എന്നൊക്കെ പറയുന്നു. മകനാണെങ്കിൽ ഉറങ്ങുവാന്ന് പറഞ്ഞ് നടിച്ച് അവനും സങ്കടപ്പെടുവാണ് അച്ഛൻ്റെ കാര്യം ഓർത്ത്. ഹീറോ ആധാരം ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയിനി പറയുകയാണ്, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ നമുക്ക് ആധാരം കിട്ടുകയുള്ളൂ, അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. ആ സമയത്താണ് അവിടെ കടക്കാരെല്ലാവരും വരുന്നത്. അവർ പറയുമ്പോഴാണ് ഹീറോയിനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. പ്രോജക്റ്റിന് വേണ്ടിയാണ് ഇത്രയും പൈസ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്നുള്ള സത്യം അറിയുന്നു. അത് കേട്ട് അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആ സമയത്ത് ഹീറോയിനെയും കൂട്ടി അവരെല്ലാവരും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അർജുൻ്റെ വീടാണ് കാണിക്കുന്നത്. അർജുൻ ആണെങ്കിൽ മത്സരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദിത്യൻ പറയുകയാണ്, ഞാനും അച്ഛൻ്റെ മാച്ച് കാണാൻ വരുന്നുണ്ട്. അർജുൻ പറയുവാണ്, നീ സ്കൂളിലേക്ക് പോയാൽ മതിയെന്ന്. അപ്പോൾ ആദിത്യം സമ്മതിക്കുന്നില്ല. ഞാൻ എന്തായാലും മാച്ച് കാണാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കരയുകയാണ്. അപ്പോൾ അർജുന് ദേഷ്യമായിട്ട് അർജുനാണെങ്കിൽ ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദിത്യ, എൻ്റെ അച്ഛൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോകുകയാണ്. ഹീറോയിനെയാണെങ്കിൽ സങ്കടത്തോടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ആദിത്യൻ വരുന്നത്. ആദ്യം നീ എന്താ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ എന്നെ ഇന്ന് മാച്ചായിട്ട് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ കൊണ്ടുപോയില്ല, എന്നെ അടിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയില്ലെന്ന് ആദിത്യൻ പറയുകയാണ്. എന്നാൽ ഹീറോയിനെയാണെങ്കിൽ അവനെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വിടുകയും അവിടെ അവരുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. നയൻതാര വീട്ടിൽ വന്നിട്ട് ഹീറോയിനോട് ദേഷ്യപ്പെടുവാണ്, നീ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നിന്നെക്കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടോ, നീ കാരണം എന്തുമാത്രം പൈസയാണ് പോയിരിക്കുന്നത്, നീ കാരണം ഒരു കുഞ്ഞു പോലും എനിക്കില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം അവൾക്ക് ഒരടി കൊടുക്കുകയാണ്. അപ്പോൾ നയൻതാര തലകറങ്ങി താഴേക്ക് വീഴുന്നു. അർജുൻ്റെ ഭാര്യ പറയുകയാണ്, ആദിത്യനെ കാണാതായി, അവൻ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുക. അർജുൻ പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണുന്നു. ഞാൻ ഉള്ള ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു നോക്കിയത് അവിടെയൊന്നുമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അർജുൻ പറയുകയാണ്, ഇതിൻ്റെ ആവശ്യമില്ല, മീഡിയക്കാരെല്ലാം ഇതറിഞ്ഞൊരു പ്രശ്നമാക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ നോക്കാമെന്ന് പറയുകയാണ്. എന്നാൽ നയൻതാരയുടെ കൂടിയാണ് അവൻ ഉള്ളത്. ഹീറോയ്ക്കാണെങ്കിൽ ആ കുട്ടിയെ കാണുമ്പോൾ ഒരു പ്ലാൻ തോന്നുന്നു. ഹീറോ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ മാച്ചിലാണ് അർജുൻ ഉള്ളത്, അതിൽ തോറ്റു കൊടുത്താൽ പാകിസ്ഥാൻ ജയിക്കും, അങ്ങനെ പാകിസ്ഥാൻ ജയിക്കണമെന്നാണ് അവർ എതിർ കക്ഷികൾക്ക് താല്പര്യമുള്ളത്. ഇന്ത്യ തോറ്റാൽ പാകിസ്ഥാൻ നിറയെ പണം തരും, അതാണ് ഹീറോയുടെ ആവശ്യം. ഹീറോയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയാൽ അവൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട്
തന്നെ ആദിത്യനെ പിടിച്ചുകൊണ്ട് വന്നെന്നുള്ള പ്ലാനിങ് ചെയ്യുകയാണ്. അതിനുശേഷം നയൻതാരയെ പൂട്ടിയിട്ടിട്ട് ആദിത്യൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ്. അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറയുകയാണ്. പക്ഷേ ഇത് ഹീറോയാ ചെയ്യുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ നാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഹീറോയാണ് സേഠിനെ വിളിച്ച് പറയുകയാണ്, അർജുൻ എൻ്റെ ഇപ്പോൾ കയ്യിലാണ്, എന്ത് വേണമെങ്കിലും അവൻ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ടീമിൽ അവൻ തോറ്റുപോകണം, എന്നാലേ പാകിസ്ഥാൻ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ ഞെട്ടുകയാണ്. അതുപോലെ തന്നെ അർജുനോട് പറയുന്നു. എന്നാൽ ആ മാച്ചിൽ തന്നെ ആദ്യത്തെ ഭാഗത്ത് തന്നെ അർജുൻ തോറ്റു കൊടുക്കുകയാണ്. ഇതെന്താടാ, ഞാൻ പറയുന്നത് തന്നെ അവ കേൾക്കുകയാണല്ലോ എന്ന് വിചാരിക്കുകയാണ്. നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും, എൻ്റെ കുട്ടിയാണ് എനിക്ക് വേണ്ടത്. അർജുൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, നീ എന്തിനാണ് മാച്ചിൽ തോറ്റത്, അത് ഞാൻ അവരുടെ മുന്നേ അഭിനയിക്കുകയാണെന്ന് പറയുന്നു. അതിനുശേഷം നയൻതാരയാണ് കളിക്കുന്നത്. അവളാണെങ്കിൽ എഴുന്നേറ്റ് വരികയാണ്. അവൾ ചോദിക്കുന്നു, എന്തിന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് വരുന്നു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അവൻ പറയുവാണ്, ഇങ്ങനെ നിന്നാലേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ, നിനക്ക് IVF ട്രീറ്റ്മെൻറ്റ് വേണ്ടേ, അതിന് വേണ്ടിയുള്ള പൈസ റെഡി ആയിട്ടുണ്ട്, 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. എനിക്കൊരു കുട്ടിയെ വേണം, അതുപോലെ തന്നെയാണ് അവനെ എനിക്ക് വേണം, ആദ്യത്തന്നെ ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ എത്തിക്കണം, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകും എന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, നീ ഇപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട, നീ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. അവളാണെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിന് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി പോകാനായി നിൽക്കുകയാണ്. ആ സമയത്താണ് അർജുൻ്റെ അവസാന മാച്ച് നടക്കുന്നത്. അർജുൻ്റെ നിന്ന് പൈസ മേടിച്ചത് കൊണ്ട് തന്നെ പ്ലാൻ എല്ലാം അപ്രൂവ് ആയി. ഹീറോ അർജുനോട് പറയുകയാണ്, ഈ മാച്ച് നീ തോക്കണം, എന്നാലേ കുട്ടിയെ കിട്ടത്തുള്ളെന്ന്. ഞാൻ തോക്കാമെന്ന് അവൻ പറയുന്നു. എന്തെങ്കിലും അർജുൻ്റെ മനസ്സിൽ ഇന്ത്യയെ ജയിപ്പിക്കണോ അതോ ആ സ്വന്തം കുട്ടിയെ വേണോ എന്നുള്ളതാണ്. അടുത്ത സീനിൽ നയൻതാരയാണെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണ്. എന്നാലും അവൾക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഒന്നും കാര്യമില്ലെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ട് അവൾ തിരിച്ചു വരികയാണ്. അർജുൻ്റെ മകൻ ഹീറോയോട് പറയുവാണ്, നിങ്ങൾ എന്നെ അടിച്ചാലും കൊന്നാലും ഇന്ത്യയെ മാത്രമേ ജയിക്കത്തുള്ളൂ, എൻ്റെ അച്ഛൻ ഇന്ത്യക്ക് വേണ്ടി പോരാടും, ആ മാച്ചിൽ വിജയിക്കുകയാണ്, ഇന്ത്യ ജയിക്കുന്നു. ഹീറോയ്ക്ക് ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ആ കൊച്ചിനെ അടിക്കുകയാണ്. നിൻ്റെ അച്ഛന് നിന്നോട് ഒരു സ്നേഹമില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൻ്റെ ഹീറോയുടെ തലയിലേക്ക് പുറകിൽ നിന്ന് ഒരു അടി വീഴുകയാണ്. അത് ഹീറോയിനെയാണ് അടിച്ചത്. അതിനുശേഷം മോനോട് പറയുകയാണ്, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടേക്ക് പോലീസുകാർ വരികയും ഹീറോയിനെ ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഹീറോ ജീവിച്ചോ മരിച്ചോ ഒന്നും പറയുന്നില്ല. ഹീറോയുടെ ആ പ്രോജക്റ്റ് ആണെങ്കിൽ അപ്രൂവ് ആകുകയും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അറിയിക്കുകയും എല്ലാവരും ഇത് അറിയുകയും ചെയ്യുന്നു. അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.